ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് സത്സംഗങ്ങളിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്നത്. ഭാഗവത്തെ ഗൗരവത്തോടെ കാണുന്ന മഹാത്മാക്കളുടെ ഒപ്പം ഇരിക്കാൻ സാധിക്കുക, ഭാഗവതത്തെ ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ ഭഗവാന്റെ വാത്സല്യമായിട്ട് കണക്കാക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത്തിലെ സപ്തമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഭാതത്തിലെ പ്രഹ്ലാദ സ്തുതി നമ്മൾ കേട്ടു. സപ്തമസ്കന്ധം അതോടുകൂടി കഴിയുന്നില്ല. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പിന്നെ ചർച്ച. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്, സമാധാനമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റ് പല വിഷയങ്ങളും നമ്മൾ തമ്മിൽ തർക്കമാണ്. എന്ത് വേണം, പ്രധാനം എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ അല്ലേ? ചായക്ക് എന്താ, ഉപ്പുമാവ് വേണോ, ഇഡ്ഡലി വേണോ, ദോശ വേണോ, ചപ്പാത്തി വേണോ, അതിലൊക്കെ നമുക്കൊക്കെ ചായ വേണം, അല്ലെങ്കിൽ കാപ്പി വേണം, പൊടി കൂടിക്കോട്ടെ, കാപ്പി തന്നെ ബ്രൂ വേണോ, നെസ്കഫെ ഒക്കെ നമുക്ക് ഒക്കെ പ്രശ്നമാണ്. ഏത് പാർട്ടി, ഏത് ജാതി, ഏത് മതം, ഇതിലൊക്കെ ഏത് കളർ സാരി എടുക്കണം, ഇതിലൊക്കെ നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്താ? ദുഃഖം വേണമെന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈബന്ധിക്കൂ. ദുഃഖം വേണമെന്നുള്ളവർ അങ്ങനെയില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ട സുഖമായിട്ടിരിക്കണം. അതിന് ചെയ്യണ പ്രവൃത്തി എന്തോ ആവട്ടെ. ഇപ്പം ഞാനതിനു വേണ്ടി പ്രഭാഷണം ചെയ്യണു, നിങ്ങളോ കേട്ടിരിക്കണു, രണ്ടും വേറെ വേറെ. പ്രവൃത്തി ഒന്നല്ല, ആണോ? അല്ല. പക്ഷെ രണ്ടുപേരുടെ ഉദ്ദേശം എന്താ? സമാധാനമായിട്ടൊന്ന് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കണുണ്ടോ ഇല്ലത് വേറെ വിഷയം. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സുഖമായിട്ടിരിക്കണം എന്നാണ്. അങ്ങനെ ആഗ്രഹിക്കണം, അത് തന്നെയാണ് വേണ്ടത്. പലപ്പോഴും ആ ആഗ്രഹം ഇല്ലാണ്ടിരിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ ചർച്ച അതാണ്. ഇവിടെ ധർമ്മപുത്രർ ചോദിക്കുകയാണ്, സമാധാനമായിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടു എന്നാണ് ചോദ്യം. പ്രഹ്ലാദനെ പോലെ എന്നാണ്. പ്രഹ്ലാദനെ പറ്റി പറയുമ്പോൾ എപ്പോഴും എന്താണ്? പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ പേരിനർത്ഥം തന്നെ പ്രകർഷേണ ഹ്ലാദ ആണ്. എപ്പോഴും ആഹ്ലാദം, എപ്പോഴും സന്തോഷം. എന്തൊക്കെ ചെയ്യാൻ നോക്കി അച്ഛനായിട്ടുള്ള ആ അസുരൻ പറയുമ്പോൾ അച്ഛൻ തന്നെയാണ് വില്ലൻ. തന്നെ തീയിലിട്ടു, വെള്ളത്തിലിട്ടു. അച്ഛേദ്യോയം അദാഹ്യോയം. ഗീതയിൽ പറയും, ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല, അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, അതിനടിക്കാൻ സാധിക്കില്ല, കാറ്റതിനെ ശുഷ്കിച്ച് കളയില്ല, വെള്ളം കൊണ്ടത് അലിഞ്ഞു പോകുന്നുമില്ല. ഇങ്ങനെ പലതരത്തിൽ ആ ഉണ്ണിയെ ഉപദ്രവിക്കാൻ അച്ഛനായ അസുരൻ ശ്രമിച്ചിട്ടും അതൊന്നും ആർക്കും ഏറ്റില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിലൊരു മനസ്സിനൊരു ഇളക്കം ആർക്കുണ്ടായില്ല. പ്രഹ്ലാദനുണ്ടായിട്ടില്ല. അച്ഛനോട് വിദ്വേഷം ഉണ്ടായോ? അതും ഉണ്ടായി. നമുക്ക് ഇളക്കം ഉണ്ടായില്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാവും, ഇല്ലേ? ഇല്ല. നമുക്ക് സംഗതി എന്നാലും അയാൾക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ആളാണ്, എനിക്ക് പിന്നെ കഴിവുള്ളതുകൊണ്ട് ഏശിയിട്ടില്ല, എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയും. പ്രഹ്ലാദൻ വെച്ചിട്ടില്ല. അതാണ് പ്രഹ്ലാദൻ്റെ യോഗ്യത. അതിനെന്താ തെളിവ്? ഭഗവാൻ ചോദിക്കുകയാണ്, പ്രഹ്ലാദ എന്ത് വരാ തനിക്ക് വേണ്ടു ചോദിച്ചപ്പം പ്രഹ്ലാദൻ പറയുകയാണ്, ഭഗവാനെ എൻ്റെ വിഷമം എന്താ ചോദിച്ചാൽ, ഞാൻ അങ്ങയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് വൈകുണ്ഠം കിട്ടി, എൻ്റെ അച്ഛനായ ഹിരണ്യകശിപു 2 കഷ്ണമായിട്ട് അങ്ങനെ കിടക്കുകയെന്ന് കാണുമ്പോൾ വിഷമമുണ്ട്. തന്നെ ഉപദ്രവിച്ച, തന്നെ കൊല്ലാൻ ശ്രമിച്ച തൻ്റെ അച്ഛന് സൽഗതി കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖമാർക്ക് കാണും? തന്നെ ദ്രോഹിച്ച ആൾ നശിച്ച് കാണണമെന്നല്ലേ ആഗ്രഹിക്കുക. എന്നാൽ പ്രഹ്ലാദൻ അങ്ങനെയല്ല. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീദതാം. പ്രഹ്ലാദൻ്റെ സ്തുതി പഞ്ചമത്തിലേ സൂചിപ്പിക്കുന്നുണ്ട്. സപ്തമത്തിലാണ് കഥ വരുന്നത്, പക്ഷെ അതിൻ്റെ മുന്നേ പ്രഹ്ലാദൻ്റെ സ്തുതി സൂചിപ്പിക്കും. സ്വസ്ത്യസ്തു വിശ്വസ്യ, ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ എന്ന് വെറുതെ പറയല്ല. നമ്മളൊക്കെ വെറുതെ പറയും, എന്നിട്ട് ബ്രാക്കറ്റിൽ എനിക്ക് മാത്രം കേട്ടോ ഭഗവാനെ. മറ്റത് പിന്നെ പൊതുവെ ആവുമ്പോൾ പറയാന്നേ ഉള്ളൂ. അതാണ്. ഇതങ്ങനെയല്ല. സ്വസ്ത്യസ്തു വിശ്വസ്യ, ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിക്കാൻ പറ്റണമെങ്കിൽ അത്രയ്ക്ക് വിശാലമായ ഹൃദയമാവണം, അത്രയ്ക്ക് ശുദ്ധാവണം ഹൃദയം. അങ്ങനെയുള്ളവർക്ക് അവിടെ ശാന്തി ഉണ്ടാവുള്ളൂ. അതിന് നമ്മളുടെ പ്രയത്നം ആവശ്യമാണ്. ഭഗവാൻ അങ്ങോട്ട് ശാന്തി തരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ നമ്മൾ ശ്രമിക്കണം എന്നാണ്. മനസ്സ് ദുഃഖിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? വേണോ? ദുഃഖിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക അങ്ങനെ ആരും ചെയ്യണം തോന്നണില്ല, ഉണ്ടോ? അല്ല. നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യം, ദുഃഖം വന്നോളും എന്നാണ്. കരയാൻ വേണ്ടി കഷ്ടപ്പെടുന്നു വേണ്ട, കരഞ്ഞോളും എന്നാണ്. നമ്മൾ മനസ്സ് താഴാൻ വേണ്ടി കഷ്ടപ്പെടുന്നു വേണ്ട, അത് അധപ്പതിച്ചോളും എന്നാണ്. നമ്മൾ മെനക്കെടേണ്ടത് എവിടെയാണ്? അതിനെ ഉയർത്താനാണ് നമുക്ക് മെനക്കെടേണ്ടി വരിക. വെറുതെ ഒരു സാധനം വെച്ചാൽ, കയ്യിൽ വെച്ചാൽ, ഗ്ലാസ് ഇങ്ങനെ വെച്ചു, എന്താ ചെയ്യുക? വിട്ടാൽ എന്താ ഉണ്ടാവുക? മുകളിലേക്ക് പോകുക? വിട്ടിട്ടേ ഉള്ളൂ, താഴത്തേക്ക് വെച്ചിട്ടില്ലേ ഞാൻ. വിട്ടപ്പോഴേക്കും താഴത്തേക്ക് പോയി, എന്താ മുകളിലേക്ക് പോകാത്തോ? പിന്നെ ഗ്രാവിറ്റി എന്നൊക്കെ പറയും. പോട്ടെ, എന്തോ പറയട്ടെ, എന്തായാലും താഴാനായിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ താഴത്ത് വീണത് ഞാൻ എടുക്കണ ചെന്ത് വേണം, മുകളിലേക്ക് എത്തിക്കണ ചെന്ത് വേണം. എൻ്റെ ഒരു അധ്വാനം ആവശ്യമാണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ ഇപ്പോൾ ചർച്ച. നമ്മൾ അധ്വാനിക്കണം. മനസ്സ് തളരാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ
നേരെയാവണച്ചാൽ നേരെയാവട്ടെ പറഞ്ഞ് കാത്തിരുന്നുകൊണ്ട് നേരെയാവൊന്നുമില്ല. സപ്താഹം കേൾക്കാൻ ഭഗവാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്, നമ്മൾ പുറപ്പെടുക വേണ്ടു ആണ്. ഇതിനപ്പുറം എന്താ വേണ്ടു? ഇത്രയൊക്കെ സാഹചര്യം ഭഗവാൻ ഒരുക്കി. ഇനി നമ്മൾ മെനക്കെട്ട് വരണം, നമ്മളിരിക്കണം, പുസ്തകം നോക്കണം, അധ്യായം കേൾക്കണം, പ്രഭാഷണം ശ്രദ്ധിക്കണം. ഇങ്ങനെ മനസ്സിനെ ഉയർത്താൻ നമ്മളായിട്ടെന്നെ ശ്രമിക്കണം. അതിനാണ് ഈ വക ചർച്ച. അതല്ലാതെ ഭഗവാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ഭാഗവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഉപദേശത്തിൻ്റെ ആവശ്യമുണ്ടോ? ഗീത ഉപദേശം ആവശ്യമുണ്ടോ? അർജുനന് ഭഗവാൻ എന്തിനീ 18 അധ്യായം, 18 1 അർജുനൻ്റെയാണ്, എന്നായിക്കോട്ടെ 17 എന്തിനീ സമയം കളയണം? ഭഗവാൻ അങ്ങോട്ട് അർജുനൻ്റെ തലയെ കൈ വെച്ചിട്ട് നേരെ ആവട്ടെ പറഞ്ഞാൽ പോരെ? അങ്ങനെ ഒരു ഷോർട്ട് കട്ടൊന്നുമില്ല, എളുപ്പവഴിയൊന്നുമില്ല. അങ്ങനെ എത്ര സൗകര്യം ഉണ്ടായിരുന്നു. എത്ര മഹാത്മാക്കൾ ഇവിടെ വന്നുപോയി. വിവേകാനന്ദം വന്നുപോയി, രാമകൃഷ്ണദേവൻ വന്നു, രമണ മഹർഷി വന്നു, ഗുരുദേവൻ വന്നു, ചട്ടമ്പി സ്വാമികൾ, എത്ര പേര് വന്നു. അവർക്കൊക്കെ അങ്ങോട്ട് സങ്കല്പിച്ചാൽ പോരെ എല്ലാവരും ഈ ഭാഗവത് എല്ലാവർക്കും കിട്ടട്ടെ? അങ്ങനെയൊന്നുമില്ല. അവനവൻ ശ്രമിച്ചാൽ ആ ശ്രമിക്കാനുള്ളൊരു കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. ആ വഴിക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം ഇത് ഉള്ളിൽ തെളിയും. ഇപ്പം ശാന്തി വേണമെന്ന് ആദ്യം നമ്മൾ നിശ്ചയിക്കണം. എന്ത് വേണം? അത് വേണം നിശ്ചയിക്കണം. എന്നിട്ട് ആ വഴിക്ക് മുന്നോട്ട് പോകണം. അതാണ് ഭാഗവത്തിൽ സത്യം പരം ധീമഹി എന്നാണ്. ആദ്യം സത്യത്തെ ധ്യാനിക്കണം. എനിക്ക് ധ്യാനിക്കണം കേട്ടോ, സത്യത്തെ വേണമെന്നുണ്ട്. അതാണ് ഒന്ന്. ഇനി അതിനുള്ള വഴി ധർമ്മ പ്രോജ്ജിതകൈതവഹ. ധ്യാനിച്ചുകൊണ്ട് മാത്രം ആയില്ല, നേരെ ആവണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആയില്ല. ആ വഴിക്ക് സഞ്ചരിക്കാൻ തയ്യാറാണോ? അതാണ് ഉത്തിഷ്ഠത ജാഗ്രത. എഴുന്നേറ്റ് അവിടെ നിന്ന് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. പിന്നെയോ പ്രാപ്യവരാൻ നിബോധത. യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ കണ്ട് കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. അതത്ര എളുപ്പമുള്ള പാതയാണെന്ന് പറയണില്ല. ദുഃഖിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ, നശിക്കാൻ നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. അതുപോലൊരു പാതയല്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ക്ഷുരസ്യധാര, മൂർച്ചുള്ള വാളിൻ്റെ മുകളിൽ കൂടെ നടക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? കുറച്ച് പണി തന്നെയാണ്. അതുപോലെ ഭാഗവതം കേട്ട് മുഷിയാണ്ടങ്ങനെ ഇരുന്ന് കേൾക്കണം വെച്ചാലൊക്കെ അത് സീരിയൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. പരദൂഷണം പറയണ അത്ര സൗകര്യമൊന്നും ഉണ്ടാവില്ല, അത്ര സുഖം തോന്നില്ല. പക്ഷെ എന്നാലും ആ വഴിക്ക് സഞ്ചരിച്ചാൽ എത്തിയാൽ വലിയ ആനന്ദമായിരിക്കും, അതിൽ സംശയമില്ല.